പടക്കളം എന്നുള്ള സിനിമ കാണാൻ വേണ്ടി PVR ലുലുമോൾ സ്ക്രീൻ 4 വന്നിരിക്കുകയാണ്. പണ്ടത്തെ ജാംബോന്റെ 2K സിനോ മാറ്റിയിട്ട് ജാംബോന്റെ 4K സിനോ വെച്ചിട്ടുണ്ട്. ഇന്ന് എന്തോ ഭയത്തിന് സാൻഡ്വിച്ച് പെപ്സി കോംബോ കിട്ടി. ബ്രെഡ് ബട്ടർ ഗ്രില്ല് ചെയ്യാൻ എക്സ്ട്രാ 30 റുപ്പീസും കൊടുക്കുകയും ചെയ്തു. ഓഫർ കിട്ടൂല എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെ കിട്ടണമെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഓഫർ മേടിച്ചെടുത്തു. പടക്കളം ഡയറക്റ്റഡ് ബൈ മനു സ്വരാജ്. ആളുടെ ആദ്യത്തെ സിനിമയാണെന്ന് തോന്നുന്നു. ഞാൻ ആളുടെ ഫിലിമോഗ്രഫി നോക്കിയപ്പോൾ വേറെ ഒന്നും കാണാൻ സാധിച്ചില്ല. ആൾ തന്നെയാണ് റൈറ്റർ എന്നും കൂടി അറിയാൻ സാധിച്ചു. പ്രൊഡ്യൂസ് ബൈ വിജയ് ബാബു ആൻഡ് സംബഡി എൽസ്. വേറൊരു വിജയം കൂടിയുണ്ട്. ആക്ട് ചെയ്തിരിക്കുന്നത് ഷറഫുദ്ദീൻ, സുരാജേട്ടൻ, സംഗീത് പ്രതാപ്, നമ്മുടെ ഫാമിലിയിലുള്ള മച്ചാൻ, പിന്നെ 2 യൂട്യൂബേഴ്സ് ഉണ്ട്. സാഫ് ബോയ് സഫ്വാൻ ഉണ്ട്, അതുപോലെ അരുൺ. ഇത് കൂടാതെ പൂക്കാലത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള മച്ചാൻ്റെ പേരൊന്നും നോക്കട്ടെ, അരുൺ അജിത് കുമാർ. ഇവരൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. കൂടെ നിരഞ്ജന അനൂപുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കോലി അനിയനായിട്ട് അഭിനയിച്ച മച്ചാൻ, ആളുടെ പേര് ഇഷാൻ ഷൗക്കത്ത്. ഇവരൊക്കെയാണ് ഈ സിനിമയിലുള്ളത്. ഫൺ പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ലൊരു ഫൺ പടം, വേറെ ലെവൽ പടം, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഈ സിനിമയുടെ ജോണർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിൻ്റെ ട്രെയിലർ പോലും കാണാതെയാണ് സിനിമ കാണാൻ വേണ്ടി പോയത്. ജസ്റ്റ് പോസ്റ്റർ മാത്രം കണ്ടിട്ടുള്ളൂ. അതും ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഒരുപാട് ബുക്കിംഗ് ഇല്ലാഞ്ഞോണ്ട് ഞാൻ ഡയറക്റ്റ് പോയാണ് ടിക്കറ്റ് എടുക്കുകയും ചെയ്തത്. വനിതാ വേദിയിൽ കാസ്റ്റ് ആൻഡ് ക്രൂ എന്തോ ആണ് ഷോ എടുത്തുകൊണ്ട് പോയത്. അതുകൊണ്ട് എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. അവിടെ കാണണമെന്നായിരുന്നു ആഗ്രഹം. ഫോറമുള്ള ഷോ രാവിലെ എനിക്ക് മിസ്സായി പോയി. ഞാൻ കുറച്ച് ലേറ്റായി പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഫോറം കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ട് അത് മിസ്സായതുകൊണ്ട് മാത്രമാണ് ഞാൻ PVR സ്ക്രീൻ 4 പോയത്. വലിയ ഗുണമുള്ളൊരു പ്രൊജക്ഷനോ അല്ലെങ്കിൽ സൗണ്ടോ അങ്ങനെയൊന്നും എനിക്ക് ഫീലായില്ല. പിന്നെ ഇത് ഞാൻ അങ്ങനത്തെ ഒരു പ്രതീക്ഷിച്ച ഒരു പടത്തിൽ പോയതല്ല. ആ ഒരു രീതിയിലല്ല ഞാൻ ഈ പടം കാണാൻ പോയത്. ഫൺ പടമായിരിക്കും എന്നുള്ള ഒരു മൈൻഡിലാണ് പോയത്. കാരണം ഞാൻ പോസ്റ്റർ കണ്ടപ്പോൾ എല്ലാവരും കൊള്ളാം, സാഫ് ബോയിനെ കണ്ടപ്പോൾ പിന്നെ ഉറപ്പിച്ചു ഫണ്ണായിരിക്കും എന്നുള്ള സീനിൽ. അപ്പോൾ ഞാൻ എന്താണോ പ്രതീക്ഷ അതെനിക്ക് കിട്ടിയ സിനിമയെന്ന്. 2 മണിക്കൂർ 4 മിനിറ്റ് എന്താണ് ഈ സിനിമയുടെ റൺ ടൈം എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എനിക്ക് ഈ സിനിമയിൽ മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമായി. കോമഡി വർക്കൗട്ടായി, ഫണ്ണായിട്ട് ഫീൽ ചെയ്തു. കോളേജ് കാലഘട്ടമാണ് കാണിക്കുന്നത്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് കാണിക്കുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഞാനൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. ECE ആണ് കൂടുതലും കാണിക്കുന്നത്. അതിൽ 2 സാറുമാരായിട്ടാണ് നമ്മുടെ സുരാജേട്ടനും അഭിനയിക്കുന്നത്, ഷറഫുദ്ദീനും അഭിനയിക്കുന്നത്. ഒരു സേവിങ് ഗ്രേസ് എന്ന് വെച്ചാൽ കുറേ നാൾക്ക് ശേഷം ഷറഫുദ്ദീൻ്റെ നല്ലൊരു പെർഫോമൻസ് കണ്ടു. ഇതിനകത്ത് കുറേ ഫൺ എലമെൻറ്റ്സ് ഉണ്ട്. വേറെ മലയാള സിനിമയുടെ ഒരു വൈബ് ഇതിനകത്ത് അടിക്കും. നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഒരു ട്വിസ്റ്റിന് ശേഷം, ട്വിസ്റ്റ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊരു സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഉള്ള, ഫാൻറ്റസി എലമെൻറ്റ്സ് ഉള്ള ഒരു കോമഡി പടമാണ്. എത്ര മാത്രമേ ഞാൻ പറയുള്ളൂ. വേറെ ഒന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല. നിങ്ങളെന്തായാലും സിനിമ തിയേറ്ററിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് ഫണ്ണായിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ആവുന്നത്. ഇത് ഒരുപാട് കഥ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, ഒരു ഫൺ മൂടി പോയി കാണേണ്ട ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. ഞാൻ ആ ഫൺ മൂഡാണ് പ്രതീക്ഷിച്ചത്, എനിക്കത് കിട്ടുകയും ചെയ്തു. ആകെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, അത് ഇഷ്ടപ്പെടാത്തതെന്നല്ല, ഒരു പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് 2 മണിക്കൂർ 4 മിനിറ്റേ സിനിമയുള്ളൂ എന്നുള്ളത് ഞാനിപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. കാരണം എനിക്കൊരു 2.5 മണിക്കൂറുള്ള പോലെ ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ട്രിം ചെയ്യാമായിരുന്നു എന്നൊക്കെ തോന്നിയ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഇറ്റ് ഈസ് ബാക്ക്ഡ് അപ്പ് ബൈ കിഡിലൻ കോമിക്കൽ പെർഫോമൻസസ് ബൈ സംഗീത് പ്രതാപ്. ബ്യൂട്ടിഫുള്ളി ആക്റ്റഡ്. കിഡിലെന്ന് പറഞ്ഞാൽ കിഡുമായിട്ട് മച്ചാൻ അഭിനയിച്ചിട്ടുണ്ട്. മച്ചാൻ എടുക്കുന്ന ഓരോ സിനിമകളുടെ സെലക്ഷൻ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ആൾ കിഡുമായിട്ട് അഭിനയിക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ആൾ നല്ല ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഷറഫുദ്ദീൻ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കുറേ നാൾക്ക് ശേഷം നല്ലൊരു റോളിൽ കണ്ടു. സുരാജേട്ടൻ ഇതിനു മുന്നേ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്, ആ മാനേഴ്സൊക്കെ തന്നെയായിരുന്നു. പക്ഷേ സുരാജേട്ടൻ്റെ കയ്യിലെ ഭദ്രമാണ്, മനസ്സിലായില്ലേ? അത് സിമ്പിളായിട്ട് പുള്ളി ചെയ്യും. പിന്നെ ഇതിനകത്ത് സുരാജേട്ടൻ കുറച്ചുകൂടി ഫിറ്റായിട്ട് തോന്നി എനിക്ക്. കുറച്ചുകൂടി ആൾ ഹെൽത്തി, കുറച്ചുകൂടി ഫിറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതൊക്കെ ഒരു പോസിറ്റീവായിട്ട് തോന്നി. പിന്നെ സാഫ് ബോയ് മച്ചാനെ പൊളിച്ച്. ഇത്തവണയും നീ നമ്മൾ യൂട്യൂബേഴ്സിന് മനം കാത്തു, അത്ര പറയാനുള്ളൂ. സൂപ്പറായിട്ട് അഭിനയിച്ചു. ഈവൻ അരുൺ ആണെങ്കിലും ശരി, അരുണിൻ്റെ കൂടുതൽ വീഡിയോസും കാറിലാണ് കണ്ടിരിക്കുന്നത്. അരുൺ നന്നായിട്ട് തന്നെ ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു പെർട്ടിക്കുലർ സീനുണ്ട്, ഒരു ജോക്കർ റെഫറൻസ്. എല്ലാവരും പലതരം ജോക്കറുകളെ കാണിക്കുന്നത്. മേക്കപ്പ് ഇസ് ഡൺ ബൈ റോണക് സേവിയർ. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി അത്യാവശ്യം കാണാനുണ്ടായിരുന്നു. ചില കാര്യങ്ങളൊക്കെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കോളേജിൽ കിടക്കുന്ന പല സംഭവങ്ങളും അത് നൈസായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഷൗക്കത്ത് അല്ലേ, പുള്ളിയുടെ പേരെന്താ, മച്ചാൻ്റെ പേര് നമ്മുടെ ഇഷാൻ ഷൗക്കത്ത്, മാർക്കോയിൽ അനിയനായിട്ട് നമുക്ക് മാർക്കോയിൽ ഒരു എമ്പത്തി തോന്നിയെങ്കിലും ഈ സിനിമയിൽ ഇവനെ കാണുമ്പോൾ പിടിച്ചിടിക്കാൻ തോന്നും. ഒരു ബെസ്റ്റിയുടെ റോളാണ് ചെയ്തിരിക്കുന്നത്. നിരഞ്ജന അനൂപിൻ്റെ ഒരു ബെസ്റ്റി ടൈപ്പ് ഓഫ് ഒരു റോൾ. ആളൊരു ഡാൻസറായിട്ടാണ് അതിനകത്ത്, ക്ലാസിക്കൽ ഡാൻസറായിട്ട്. പക്ഷേ സത്യം പറയാമല്ലോ, ഓരോ സീൻ വന്നപ്പോഴേക്കും എനിക്ക്
ഈ ക്യാരക്ടറെ പിടിച്ച് രണ്ട് കൊടുത്താലെന്ന് തോന്നിപ്പോയി. അങ്ങനത്തെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് ഇഷാൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നിരഞ്ജൻ അനൂപ് എനിക്ക് അത്ഭുതമായിരുന്നു. കാരണം പൊതുവേ എനിക്ക് അങ്ങനെ സിനിമകളിലൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടാറില്ല. ഇതിനകത്തൊരു ഡീസൻറ്റ് ലെവൽ ഒരു പെർഫോമൻസ് ആയിട്ട് ഫീൽ ചെയ്തു. അതായത് വെറുപ്പിച്ചില്ല, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ സിനിമ എനിക്ക് വർക്കായി എന്ന് വെച്ചാൽ വർക്കായി. ഒരു ഫൺ പടമായിട്ടുള്ള രീതിയിൽ ഞാൻ കണ്ട് എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. എനിക്ക് പൈസ കൊടുത്ത് ഈ സിനിമ തിയേറ്ററിൽ കണ്ടതിൽ ഒരു സങ്കടവും. ഒരേ ഒരു സങ്കടമുള്ളത് ഇത് തിയേറ്റർ വേറൊരെണ്ണം ചൂസ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എൻ്റെ ഇന്ന് രാവിലത്തെ സർക്കംസ്റ്റാൻസസ് അനുസരിച്ചിട്ട് എനിക്കൊരു വേറൊരു തിയേറ്റർ ചൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയതുകൊണ്ട് ഞാനിവിടെ പെട്ടുപോയതാണ്. അടുത്ത ഷോ എനിക്ക് സർക്കിട്ടാണുള്ളത്. അത് വനിതവിന്ദയിലാണ്. അവിടെ ഞാൻ സമാധാനമായിട്ട് കാണാൻ എനിക്കൊരു അവസരം കിട്ടി. ഭാഗ്യത്തിന് തന്നെ എനിക്ക് ടിക്കറ്റ് അവിടെ കിട്ടി. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ സിനിമ രാവിലെ കാസ്റ്റിംഗ് ക്രൂ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് എനിക്ക് നല്ലൊരു തിയേറ്റർ കാണാനുള്ള അവസരം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും ഷറഫുദ്ദീൻ കുറേ എക്സ്പെരിമെൻ്റലായിട്ടുള്ള സാധനങ്ങൾ പിടിക്കുന്നുണ്ട്. ചിലത് എനിക്ക് വർക്കാവുന്നുണ്ട്, ചിലത് വർക്കാവുന്നില്ല. ഇതെന്തായാലും എനിക്ക് വർക്കായി. അപ്പോൾ ഈ സിനിമ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പറയാനുള്ളത്. ഞാൻ വീണ്ടും പറയണത് ഇതൊരു സീരിയസ് ടൈപ്പ് ഓഫ് പടമല്ല. ഈ സിനിമയിൽ തന്നെ ഒരു ഡയലോഗ് ഉണ്ട്, ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഭയങ്കര വിശ്വസനീയമാണല്ലോ എന്നുള്ള രീതിയിൽ ഒരു സാധനമുണ്ട്. സാഫ് ബോയ് പറയുന്ന ഡയലോഗാണ്. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ഈ സിനിമ ഒരു രീതിയിലും റിയാലിറ്റി ആയിട്ട് ബന്ധം ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് റിലേറ്റബിൾ ഫാക്ടേഴ്സാണ്. അതല്ലാതെ ഈ സിനിമയിൽ എല്ലാം സാങ്കല്പികമാണ്. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, സൂപ്പർ നാച്ചുറൽ ഫാൻറ്റസി എലമെൻറ്റ്സ് അടങ്ങുന്ന ഒരു പടമാണ്. ഫൺ പടമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ഒരു മലയാള സിനിമയുണ്ട്. ഈ സിനിമയുടെ നായകനാരാന്ന് പോലും പറഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ ഏതാണെന്ന് മനസ്സിലാവുകൊണ്ട് ഞാനൊന്നും റിവീൽ ചെയ്യുന്നില്ല. ആ ഒരു സിനിമയുടെ ഒരു എലമെൻറ്റ് കൂടി ഇതിനകത്തുണ്ട്. ആ സിനിമ പോലും ഒരു ഇംഗ്ലീഷ് പടത്തിൻ്റെ ഒരു റീമേക്കായിരുന്നു. എന്തായാലും നൈസായിരുന്നു. അല്ലെങ്കിൽ ആ പടം ഒരു ഇൻസ്പിറേഷനായിരുന്നു ഫ്രം ആൻ ഇംഗ്ലീഷ് മൂവി എന്ന് പറയാം. ഇത് അതുപോലെയാണോ എന്ന് വെച്ചാൽ ആണ്, പക്ഷേ കുറച്ചുകൂടി രസമാണ്. അതൊരു പ്രത്യേക രസമാണ്. ഇത് എന്താ ഞാൻ പറയാനുള്ളത്, എന്തായാലും സംഗീത് പ്രതാപ്, യു ആർ അൺഡൗട്ടഡ്ലി ദ സ്റ്റാർ ഓഫ് ദ ഷോ, സ്റ്റാർ ഓഫ് ദ മൂവി. സുരാജറിനെ പോലൊരു നടൻ അവിടെ ഉണ്ടായിട്ടും, ഷറഫുദ്ദീനെ പോലൊരു നടൻ അവിടെ ഉണ്ടായിട്ടും, ഇവരെല്ലാവരും ഉണ്ടായിട്ടും തിളങ്ങണമെങ്കിൽ മച്ചാൻ്റെ പെർഫോമൻസ് അപ്പോൾ എന്തായിരിക്കും? എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മച്ചാൻ്റെ പെർഫോമൻസാണ്. അതുപോലെ തന്നെ സാഫ് ബോയ് ആസ് ഓൾവേസ് നീറ്റ് ആൻഡ് ക്ലീൻ പെർഫോമൻസ്. അപ്പോൾ സഫാൻ, എടാ നീ കാണുന്നുണ്ടെങ്കിൽ കലക്കം പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഈ സിനിമ എൻ്റെ അഭിപ്രായത്തിൽ തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു ഫൺ പടമായിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ഞാൻ ടിക്കറ്റ് പൈസ കൊടുത്തെടുത്ത് പടം കണ്ടതിൻ്റെ അഭിപ്രായം പറയുകയാണ്. അപ്പോൾ ഈ സിനിമ എങ്ങാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചിട്ട് എൻ്റെ തലയിൽ കയറാൻ വരരുത്. എൻ്റെ അഭിപ്രായം നോക്കി നിങ്ങൾ സിനിമ കാണാനും പോകരുത്. നിങ്ങൾക്ക് എന്താണോ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ സ്വയം സിനിമ കണ്ട് വിലയിരുത്തിയാൽ മതി എന്ന് ഞാൻ പറയും. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ച് ഞാൻ ഇഷ്ടപ്പെട്ട് കൂടാന്നുമില്ല. അതും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടമായി. ഇത്ര പറയാനുള്ളത്. ഇനിയിപ്പോൾ സർക്കിട്ട് ആസിഫ് അലിയുടെ പടം കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും കാണാൻ പോവുകയാണ്. ഇതുവരെയുള്ള എല്ലാ പടങ്ങളും വളരെയധികം ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം ആസിഫ് അലിക്ക് ഒരു കിടിലൻ ഒരു ഫിലിമോഗ്രാഫിയാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ അക്കൗണ്ട് തുറക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്നു. പടം പോയി കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞേക്കാം. അതുപോലെ നാളെ പ്രിൻസ് ആൻഡ് ഫാമിലി കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം അതിൻ്റെ ട്രെയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അതിലും ഈ ഇഷാൻ ഷൗക്കത്ത് അഭിനയിക്കുന്നുണ്ടെന്ന് എനിക്ക് ആ പോസ്റ്റർ കണ്ടപ്പോൾ മനസ്സിലായി. എന്തായാലും ബാക്ക് ടു ബാക്ക് സിനിമകൾ ഇന്ന് പറഞ്ഞാൽ നാളെ വേറെ റിലീസ്. പൊളി മാർക്കോടെ സക്സസ് നിങ്ങൾക്ക് എന്താ പറയുക ഗുണം ചെയ്തു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ടു ദ ടീം. എനിക്ക് പടം ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്നെ സംബന്ധിച്ച് ഇറ്റ് വാസ് ആൻ എൻ്റർടൈനിങ് വാച്ച്. അപ്പോൾ ശരി, നാളെ വേറെ വീഡിയോ ഇടണം. നാളെയല്ല, ഇന്ന് ആസിഫ് അലിയുടെ പടം കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായമായിട്ട് കേട്ടാ. 99 കോംബോയ്ക്ക് പോലും നമുക്ക് PVR ഇനോക്സിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഓഫർ കിട്ടും. അത് അവിടെ നിൽക്കുന്ന സ്റ്റാഫിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ അവൻ നൈസായിട്ട് ആ ഓഫർ തരാതിരിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണോ എന്നറിയില്ല. അവിടെ വെച്ചിരിക്കുന്ന കൗണ്ടറിൽ കാർഡ് എന്നെ കൊണ്ട് പേ ചെയ്യുന്നതിന് പകരം വേറൊരു സാധനം ഇട്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഓഫർ കിട്ടില്ല, എനിക്ക് മിക്കപ്പോഴും ഇതിനകത്ത് ചെയ്തിട്ട് ഓഫർ കിട്ടാതെ പോയിട്ട് ഞാൻ കിടന്ന് ഇവിടെ തല്ലു പിടിക്കേണ്ടി വന്നു, അതുകൊണ്ട് എനിക്ക് മറ്റേതിൽ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ആൾ പറഞ്ഞു 99 റുപ്പീസിന് വേറെ ഓഫർ കിട്ടില്ല. ഞാൻ പറഞ്ഞു കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് ഞാൻ വേറെ കൗണ്ടറിൽ ചെന്നിട്ട് അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കാർഡ് മെഷീനിൽ കാർഡ് ഇൻസേർട്ട് ചെയ്ത് പിന്നടിച്ച് ഞാൻ ഓഫർ വാങ്ങിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അവിടുത്തെ സ്റ്റാഫിന് ഈ ഓഫേഴ്സിനെ പറ്റി അറിയില്ലെങ്കിൽ ദയവ് ചെയ്ത് പൊട്ടത്തിനെ വിളിച്ച് പറയരുത്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞുതരാം എങ്ങനെയാണ് ഞങ്ങളുടെ കാർഡിന് ഓഫർ കിട്ടണമെന്നുള്ളത്, എവിടെ ഉരച്ച ഓഫർ കിട്ടും അല്ലെങ്കിൽ എങ്ങനെ ചെയ്ത ഓഫർ കിട്ടും എന്നുള്ളത് ഞങ്ങൾ ഓൾറെഡി ഇവിടെ പലപ്പോഴും വന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇഫ് യു ഡോണ്ട് നോ
ഇഫ് യു ആർ അൺഅവെയർ അബൌട്ട് ഇറ്റ് ഡോണ്ട് ടോക്ക് ബുൾഷിറ്റ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പേഴ്സണലി അവൻ എങ്ങനെയാണ് ഇത് ചെയ്യണമെന്നുള്ള പറഞ്ഞു കൊടുത്തിട്ട് ഓഫർ മേടിക്കേണ്ട അവസ്ഥയായിരുന്നു. ആദ്യം ഓഫർ കിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കിട്ടും, ഞാൻ ഈ പലതവണ 99 സാധനത്തിന് ഓഫർ മേടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാർഡിൻ്റെ ഓഫർ അനുസരിച്ചിട്ട് 99 അല്ല, എന്ത് കോംബോ ഓഫർ വന്നാലും എന്ത് ഫുഡ് ആൻഡ് ബെവറേജ് മേടിച്ചാലും എനിക്ക് ഫ്ലാറ്റ് 20% ഓഫ് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. അത് അവനറിയില്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്കറിയാം എന്തായാലും. അതുകൊണ്ട് ഞാനത് മേടിച്ചെടുത്തു. അപ്പോൾ ഞാൻ മനഃപൂർവ്വമാണ് 99 കോംബോ തന്നെ ചൂസ് ചെയ്തത്. കാരണം എനിക്കത് സത്യം പറഞ്ഞാൽ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയിരിക്കുന്ന ഒരു സാധനം അതാണ്. കാരണം 99 റുപ്പീസിന് 350 ml പെപ്സിയും കിട്ടും, സാൻഡ്വിച്ചും കിട്ടും എന്നുള്ളത്. അത് ഞാൻ തന്നെ എന്നോട് ഇങ്ങോട്ട് വെച്ച് ഗ്രിൽഡ് സാൻഡ്വിച്ചാക്കി അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വെച്ച് ഞാൻ പറഞ്ഞു എത്ര രൂപയെന്ന് വെച്ചാൽ 30 രൂപ എന്ന് പറയും. എനിക്ക് അതിലും, അതായത് 130 രൂപ ആവുന്ന അടുത്ത് പോലും എനിക്ക് അതിലും ഡിസ്കൗണ്ട് കിട്ടിയിട്ട് 100 രൂപ സംതിങ് ആയുള്ളൂ, 20% ഡിസ്കൗണ്ട് കിട്ടിയിട്ട്. അപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞത് കിട്ടില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ പൊട്ടത്തരം പറയാൻ നിൽക്കുന്നത്? അതെനിക്ക് ഇവിടെ പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങൾ പ്രേക്ഷകരോട് പറയാനുള്ളത്, അവരങ്ങനെ പലതുമൊക്കെ പറയും. നിങ്ങളുടെ കാർഡിന് ഓഫർ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കിട്ടുന്നവരെ സംസാരിക്കണം എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് പലപ്പോഴും തോന്നിയേക്കണ കാര്യമാണ്. അവർ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ ഓഫർ തരാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇന്നും അത് സംഭവിച്ചതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. ഞാൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഓഫർ മേടിക്കേണ്ട അവസ്ഥയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളം വിട്ട് എവിടെയെങ്കിലുമൊക്കെ ഞാൻ PVRൻ്റെ ഇനോക്സിൻ്റെ തിയേറ്ററിൽ പോയെടുത്ത് എനിക്ക് ഇങ്ങനെ സംസാരിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ശരി, ടാറ്റ.